സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയായ എന്റെ കേരളം പ്രദർശന വിപണനമേള മലപ്പുറം ജില്ലയിൽ തുടരുന്നു. വിവിധ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും സ്റ്റാളുകൾക്ക് പുറമെ സെമിനാറുകളും സംഗീത വിരുന്നുകളുമെല്ലാം പരിപാടിക്ക് മാറ്റുകൂട്ടുകയാണ്. കോട്ടക്കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ നഗരിയിൽ നടക്കുന്ന പരിപാടി ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമാണ്. മലപ്പുറം കോട്ടക്കുന്നിൽ പ്രത്യേകം സജ്ജമാക്കിയ 70,000 ചതുരശ്ര അടിയുള്ള നഗരി. അവിടെ 90ഓളം സർക്കാർ വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും 150ഓളം സ്റ്റാളുകൾ. ഓരോ സ്റ്റാളും സാധാരണക്കാരന് പുതിയ വിവരങ്ങൾ സമ്മാനിക്കുന്നവ. റെസ്പോണ്ട് ചെയ്യുന്നില്ല, ബ്രീത്ത് എടുക്കുന്നില്ല, അതുപോലെ തന്നെ ഹൃദയപിടിപ്പ് നിലച്ചിട്ടുണ്ട്. 4ാമത്തത് കരോട്ടിക് പൾസ് നിന്ന് പോയിട്ടുണ്ട്. ഉടൻ തന്നെ ആ കാഷ്വാലിറ്റിക്ക് എന്ത് കൊടുക്കണം? CPR കൊടുക്കണം. ആംബുലൻസ് വരുന്നത് വരെയും, ആംബുലൻസിൽ കയറ്റുമ്പോഴും, ആംബുലൻസിൽ യാത്ര ചെയ്യുമ്പോഴും, ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും നമ്മൾ ഏത് കണ്ടിന്യൂ ചെയ്യണം? CPR കണ്ടിന്യൂ ചെയ്യണം. അങ്ങനെ CPR കൊടുക്കുന്നതിലൂടെ ഈ ജീവൻ രക്ഷിക്കാൻ കഴിയും. സ്റ്റാളുകൾക്കപ്പുറത്ത് സാമൂഹ്യ പ്രസക്തിയുള്ള വിഷയങ്ങളിൽ സെമിനാറുകൾ. അപകടം എന്ന് പറഞ്ഞാൽ വേറെ ആരും വരുത്തുന്നതാണെന്ന് നമുക്കൊരു ചിന്തയുണ്ട്. അപകടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പങ്കില്ല എന്നുള്ളൊരു തോന്നലുണ്ട്. ഈ തോന്നലാണ് നമ്മളെ ഏറ്റവും ദയനീയമായ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. നോക്കൂ, 78% അപകടങ്ങളുടെയും പ്രധാന കാരണം അതിനകത്തുള്ള ഡ്രൈവറാണ്. ആ ഡ്രൈവർ നന്നാവത്തോളം കാലം നമ്മൾ എന്ത് റോഡ് ഉണ്ടാക്കിയിട്ടും എന്ത് വാഹനം മോഡിഫൈ ചെയ്തിട്ടും കാര്യമില്ല. സേഫ് കാർസ് ആർ നോട്ട് സേഫ് until and unless they are not using safely. രാത്രിയിൽ പ്രമുഖ കലാകാരന്മാർ നയിക്കുന്ന സംഗീത വിരുന്ന്. സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ 9 വർഷത്തെ ഭരണ നേട്ടങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വിവിധ വകുപ്പുകളുടെ സേവനം ലഭ്യമാക്കുന്ന സർവീസ് സ്റ്റാളുകൾ, എന്റെ കേരളം 1ാമത് ചിത്രീകരണം, കൃഷി വകുപ്പിന്റെ കാർഷിക മേള, കുടുംബശ്രീയുടെ രുചിയൂറും ഭക്ഷ്യമേള തുടങ്ങിയവയും നഗരിയിലുണ്ട്. നല്ലൊരു തന്നെയായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ കയറുന്നത് തന്നെ. ഞാൻ ഒരിക്കലും ഇതുവരെയായിട്ട് VR എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ആ വെർച്വൽ റിയാലിറ്റിന്റെ സാധനം അതൊന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ വലിയ ആഗ്രഹമാണ്. അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. ഒരുപാട് സാധനങ്ങൾ കണ്ടു, റോക്കറ്റുകൾ കണ്ടു, പിന്നെ ഇന്ത്യൻ ഫയർഫോഴ്സ് കണ്ടു. അവരാ പോലീസുകാരൊക്കെ എന്നെ പിടിച്ച് എന്താ പറയുക വണ്ടീൻ്റെ മുകളിലൊക്കെ കയറ്റുന്നുണ്ട്. എനിക്ക് നല്ല സന്തോഷമായി. നല്ല നല്ല സ്റ്റാളുകളായിരുന്നു. അവിടെ സാറ് ക്ലാസ് എടുത്ത് അത് കേൾക്കാൻ പറ്റി. ഗ്യാസ് എങ്ങനെയാണ് കത്തി കഴിഞ്ഞാൽ ഓഫാക്കൽ എങ്ങനെയാണ്, കെടുത്തത് എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കാൻ പറ്റിയ കുറേ നേരം ക്ലാസ് കേട്ടു. മെയ് 7 തുടങ്ങിയ പ്രദർശന വിപണനമേള മെയ് 13 വരെ നീണ്ടു നിൽക്കും. മേളയോടനുബന്ധിച്ച് കോട്ടക്കുന്നിലേക്കുള്ള DTPCയുടെ പ്രവേശന ടിക്കറ്റും പാർക്കിംഗ് ഫീസും ഒഴിവാക്കിയിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 10 വരെയാണ് പ്രദർശനം. സംസ്ഥാന സർക്കാരിന്റെ 90ഓളം വകുപ്പുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെ പബ്ലിക് റിലേഷൻസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് മേള സംഘടിപ്പിക്കുന്നത്. ഇങ്ങനെ ജനോപകാരപ്രദമായ സ്റ്റാളുകളും സെമിനാറുകളും സംഗീത വിരുന്നുമെല്ലാമായി മലപ്പുറം കോട്ടക്കുന്നിൽ എന്റെ കേരളം പ്രദർശനമേള നിറഞ്ഞ ജനപങ്കാളിത്തത്തോടെ തുടരുകയാണ്. ക്യാമറ പേഴ്സൺ അനുരൂപ് ചീക്കോട്ടിനൊപ്പം മുഹമ്മദ് ഷംസീർ, മീഡിയ 1, മലപ്പുറം.